ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? നമുക്കിവിടെ സുഖമാണ്. മഴയൊക്കെയാണ്. ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കുക. കൈയിൻ്റെ ഇവിടെ കൊണ്ടൊരു മുഴ പോലെ വന്നിട്ട് കീറി ഇതാക്കി. അപ്പോൾ കൈ കൊണ്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. മുഖത്തെല്ലാം തോല് വന്ന് കഴിക്കും. ഇവിടെ നിന്ന് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ചൊറിച്ചിൽ പോലെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന്. കാരണം മുഖമൊക്കെ എന്തോ ക്ഷീണം പിടിച്ച പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ്. സൈറസിൽ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ ഡ്രസ്സിങ്ങിന് പോകാൻ നിൽക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് കണ്ടില്ലേ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ വന്നതാണ്. അപ്പോൾ നല്ല മഴയും ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്തുള്ള ചാച്ചനും അമ്മച്ചിമാരൊക്കെ കുടിക്കുന്ന ഒരു കാപ്പി ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് ഓർത്തു. ഒറ്റക്കൈയേ ഉള്ളെങ്കിലും ആ കൈ കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്നെയും കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ വരുമല്ലേ, നമുക്കൊന്നിച്ച് പോയി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് അതിൻ്റെ അകത്ത് ഒരു കഷ്ണം ബെല്ലവും ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് തിളയ്ക്കുന്നു. എല്ലാം പരസകായാണ്. എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ ചോറൊക്കെ വെക്കുന്നത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടാം. ഇനി വെള്ളവും ഇതും അങ്ങനെ നമ്മുടെ കാപ്പി തിളച്ചു. ഇനി നമുക്ക് എങ്ങനെ കുടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കാപ്പി എടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് തേങ്ങ, നല്ല മഴയത്ത് കുടിക്കണം. കുറച്ച് തേങ്ങ, നെയ്യ് വേണ്ടുന്നവർക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ലേശം ഒഴിക്കാം. നെയ്യൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ തുള്ളി ഒഴിച്ച് കാണിച്ചതാണ്. ഭാഗ്യത്തിന് ഉരുകിയിട്ടില്ലത് ഇത്. വരുന്ന അതിൻ്റെ അറ്റത്ത് കുറച്ചുണ്ട് ഉരുകി. ഞാൻ ഇതെടുക്കട്ടെ, എന്നിട്ട് തോണ്ടിയെടുക്കാം. കുറച്ച് മതി കേട്ടോ. അത് പൊതുവെ എനിക്ക് സാധനം ഇഷ്ടമില്ലാത്ത. എന്നിട്ട് നന്നായിട്ട് ഇളക്കണേ. വണ്ടി പോകുന്നതാണ് ഭയങ്കര മുഴക്കം പോലെ അല്ലേ. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാപ്പിയും ആ തേങ്ങ കടിക്കാൻ കിട്ടുന്നതും നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മഴയത്ത് നമ്മുടെ ചാച്ചൻ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ്. അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ കുടിച്ച് വയനാട്ടിൽ സ്ഥിരം, എൻ്റെ പപ്പേൻ്റെ അമ്മയൊക്കെ സ്ഥിരം കുടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ. അവർ പറഞ്ഞു തന്നാ കേട്ടോ എനിക്കിതൊക്കെ. ഉണ്ടോ തേങ്ങയും ആ വെള്ളത്തിൻ്റെ ടേസ്റ്റും കാപ്പീൻ്റെ ടേസ്റ്റും നെയ്യിൻ്റെയും കൂടി ആയപ്പോൾ നല്ല സൂപ്പറായിട്ട്. നെയ്യ് ഒഴിക്കുന്ന കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഒത്തിരി ഒന്നും ഒഴിക്കണം, ലേശം ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ, കുടിച്ച് നോക്കണേ. കാപ്പിപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുള്ളതല്ല, തേങ്ങയുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കുടിച്ച് ഇന്ന് വൈകുന്നേരം ചായക്ക് വേണ്ടിയിൽ കാപ്പി കുടിക്കുക. നല്ല മഴയൊക്കെ ഇല്ലേ, അന്നേരം വെച്ച് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പം വീഡിയോ ഫുള്ള് കാണണം.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലും കയറണം, നിങ്ങൾ കയറി കാണണം കേട്ടോ. അപ്പം ബായ്, മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്. പെട്ടെന്ന് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. എന്നിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് വേറെ വിഭവമായ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി